എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 13 ഡിസംബർ വെള്ളിയാഴ്ചയാണ്. മാർക്കറ്റിൽ നിന്ന് വളരെ ഫ്ലാറ്റായ ഒരു ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നെഗറ്റീവ് ആയേക്കാനും സാധ്യതയുണ്ട്. നിഫ്റ്റി 50 ഒരു ബെയറിഷ് ക്യാൻഡിൽ ഡെയിലി ചാർട്ട്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോയേക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 24,500 റേഞ്ചിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ അതിനുശേഷം 25,350 25,300 ആണ് ഒരു സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നത്. അതേസമയം 24,620 മുകളിൽ പോവുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു പോസിറ്റിവിറ്റി ലഭിക്കുകയും 24,800 ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യതയും മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് മുകളിലേക്കുള്ള റെസിസ്റ്റൻസുകൾ 24,775 24,820 എന്നിവയാണ്. ഇന്നലെ നിഫ്റ്റി ഒരാഴ്ചത്തെ ലോവിലായിരുന്നു ട്രേഡ് ചെയ്തത്. അതിന് കാരണം റിലയൻസ് ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ നെഗറ്റിവിറ്റിയിലേക്ക് പോയതാണ്. നിഫ്റ്റി 50 93.1 പോയിൻറ്റ് ഡൗണായി 24,548 സെൻസെക്സ് 236.18 പോയിൻറ്റ് ഡൗണായി 81,289 ട്രേഡ് ചെയ്തത്. ഇന്നലെ നിഫ്റ്റി IT ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ടുണ്ടായിരുന്നത്. അതേസമയം നിഫ്റ്റി മീഡിയ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിരുന്നു. BSE മിഡ് ക്യാപ്പ് 0.6% ഡൗൺ ആവുകയും BSE സ്മോൾ ക്യാപ്പ് 1% വീഴുകയും ചെയ്തു. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. രണ്ടാം കോൺസിക്യൂട്ടീവ് ദിവസമാണ് ഇപ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 3,560 കോടിക്ക് സെല്ല് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 2,646 കോടിക്ക് ബൈ ചെയ്യുകയുണ്ടായി. ഡിസംബർ മാസം പൊതുവേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് മാസമാണ്. എങ്കിലും ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നുള്ളത് സമാധാനകരമായ കാര്യമാണ്. ഇന്ത്യൻ റുപ്പി 3 പൈസ താഴ്ന്ന് 84.87 രൂപ പെർ $1 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ടാറ്റ മോട്ടോഴ്സ് അവരുടെ ട്രക്സ് ആൻഡ് ബസ് പോർട്ട്ഫോളിയോയിൽ 2% പ്രൈസ് റൈസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു പോസിറ്റീവ് കൊണ്ടുവന്നേക്കാൻ സാധ്യതയുണ്ട്. ജനുവരി 1 മുതലാണ് ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് നിലവിൽ വരുന്നത്. അടുത്ത ഗോപാൽ സ്നാക്ക് എന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് ടെമ്പററിലി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫയർ ഇൻസിഡൻറ്റ് കാരണം അത് മാർക്കറ്റിൽ നെഗറ്റിവിറ്റിക്ക് സാധ്യതയുണ്ട്. അടുത്തത് ബജേൽ പ്രൊജക്ട്സ് ആണ്. ഈ കമ്പനിക്ക് EPC വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സോളാപൂർ ട്രാൻസ്മിഷൻ എന്ന കമ്പനിയിൽ നിന്നുമാണ്. അടുത്ത സിയാറാം സിൽക്ക് മിൽസ് ആണ്. ഈ കമ്പനി കാഡനി ഇറ്റലി എന്ന പേരിൽ ഇന്ത്യയിൽ പെർഫ്യൂംസ് പുതുതായിട്ട് ബ്രാൻഡ് ചെയ്തിറക്കുന്നുണ്ട്. അടുത്ത GNA ആക്സിൽസ് ആണ്. GNA ആക്സിൽസ് ഒരു 4 മെഗാവാട്ടിൻ്റെ റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സ്വന്തം കൺസ്യൂമേഷന് വേണ്ടിയിട്ടുള്ള ഒരു സോളാർ പവർ പ്രൊജക്റ്റാണിത്. അടുത്ത GR ഇൻഫ്ര പ്രൊജക്റ്റാണ്. ഈ കമ്പനിക്ക് ഒരു 108 കോടിയുടെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ പ്രൊജക്റ്റിന് വേണ്ടി കർണാടകയിൽ നിന്നാണ് ഈ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത GHCL ആണ്. GHCLന് ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും. അതിൻ്റെ സോഡ ആഷ് ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണിത്. ഗുജറാത്തിലാണ് ഇവരുടെ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസിന് 12 സുഖോയ് 30 MK എയർക്രാഫ്റ്റ് സപ്ലൈ ചെയ്യാനുള്ള 13,500 കോടിയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അടുത്ത അശോക് ലൈലൻഡാണ്. അശോക് ലൈലൻഡിന് ഒരു ബസ് ചേസിസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്നും 346 കോടിയുടെ ഓർഡറാണിത്. അടുത്ത IPO ഓഫറിംഗ് നോക്കുമ്പോൾ വിശാൽ മെഗാമാർട്ട് 1.54 ടൈംസ് ഡേ 2 സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സായ് ലൈഫ് സയൻസസ് 1.25 ടൈംസ് ഡേ 2 സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൊബൈക്വിക് സിസ്റ്റംസ് 20 ടൈംസ് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവർച്ചസ് ഗ്ലോബൽ സൊല്യൂഷൻസ് 1.36 ടൈംസ് സബ്സ്ക്രിപ്ഷൻ ഡേ 1 വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെയർ ഓഫർ ചെയ്യുന്നത് ഇന്നാണ്. പ്രൈസ് ബാൻഡ് 397 to 417 പെർ ഷെയറാണ്. 4,225 കോടിയുടെ IPO ഇഷ്യൂ ആണിത്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ 1,475 കോടിയും ഓഫർ ഫോർ സെയിൽ ബാക്കിയുമാണ്. ഇപ്പോൾ ലൈവിലുള്ള IPOകളിൽ മൊബൈക്വിക് സിസ്റ്റംസിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ സ്ട്രോങ് ആണെന്ന് കാണാം. വളരെ നല്ലൊരു 40-50% എബോവുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് മൊബൈക്വിക് സിസ്റ്റംസ്. അടുത്ത ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.36% താഴ്ന്ന് 24,647 99 പോയിൻറ്റിൻ്റെ പ്രീമിയമാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.3% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്ഷൻസ് ഡിസംബർ 19 എക്സ്പയറി ഉള്ളതിൽ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,000 കാണാം. മാർക്കറ്റ് ചിലപ്പോൾ നെഗറ്റിവിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിലും ഫോറിൻ ബൈയിങ് തിരിച്ചു വരുമെന്നും DIIs നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.